വെൽക്കം ടു എച്ച് മന്ത്ര. ഞാൻ വിപിൻ മബറ്റ. നമ്മൾ 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച് നിർത്തിയൊരു സാധനം ഉണ്ടായിരുന്നു, ഫുഡ് ചെയിൻ അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ ഫുഡ് ചെയിനെ കുറിച്ച്? അപ്പോൾ ഫുഡ് ചെയിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഫുഡ് ചെയിൻ കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ഫുഡ് ചെയിൻ എന്നൊരു ക്ലാസ് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അത് കണ്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്ലാസ് കാണാൻ പാടുള്ളൂ. അപ്പോൾ അഥവാ ആരെങ്കിലും ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ലിങ്ക് ഒന്ന് പോയി കാണുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ഫുഡ് ചെയിൻ എന്നൊരു ചാപ്റ്ററിൽ ആ ഒരു ടോപ്പിക് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ടോപ്പിക്കാണ് ട്രോഫിക് ലെവൽസ്. Okay, so next we are going to discuss about trophic levels. അപ്പോൾ എന്താണ് ട്രോഫിക് ലെവൽസ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഫുഡ് ചെയിനിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഫുഡ് ചെയിൻ്റെ ഫസ്റ്റ് മെമ്പറാണ് പ്രൊഡ്യൂസർ എന്ന മെമ്പറിന് ശേഷം വരുന്ന മെമ്പറാണ്, ബാക്കി വരുന്നതൊക്കെ കൺസ്യൂമേഴ്സാണ്. ആ കൺസ്യൂമേഴ്സ് തന്നെ പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്നിങ്ങനെ ഒരുപാട് ലെവലുകൾ അല്ലെങ്കിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് ഫുഡ് ചെയിന്. ആ ഫുഡ് ചെയിനിലെ ഓരോ മെമ്പർമാരെയും ഫുഡ് ചെയിനിലെ ഓരോ മെമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല പല ലെവലുകളായിട്ട് തിരിക്കാൻ പറ്റും. ആ ഫുഡ് ചെയിനിലെ മെമ്പേഴ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസ് ആയി തിരിച്ചിട്ടുണ്ട്. ആ ലെവലുകളെ വിളിക്കുന്ന പേരാണെന്ത്, ട്രോഫിക് ലെവൽസ്. ഓക്കെ, സോ ട്രോഫിക് ലെവൽസ് ആർ നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ ഡിഫറെൻറ്റ് ലെവൽസ് വിച്ച് ഫിക്സ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ഇൻ എ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിലെ ഡിഫറെൻറ്റ് മെമ്പേഴ്സിനെ ഡിഫറെൻറ്റ് ലെവലുകളായി തിരിച്ചതിനെ വിളിക്കുന്ന പേരാണ്, ആ ലെവലുകളെ വിളിക്കുന്ന പേരാണ് ട്രോഫിക് ലെവൽസ്. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഫുഡ് ചെയിനിലെ ഡിഫറെൻറ്റ് മെമ്പേഴ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് ലെവലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലെവലുകളെ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുക, ലെവലുകൾ വിളിക്കുന്ന പേരാണിത് ട്രോഫിക് ലെവൽസ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഒരു ഫുഡ് ചെയിനിലെ ഫസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ്, പ്രൊഡ്യൂസേഴ്സ് ആണ്. ശരിയാണോ? അപ്പോൾ എപ്പോഴും ട്രോഫിക് ലെവലിലെ ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഓൾവേസ് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും അല്ലേ? ഫസ്റ്റ് ട്രോഫിക് ലെവൽ എപ്പോഴും പ്രൊഡ്യൂസർ ആയിരിക്കും. ഓക്കെ, സോ ദ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഓൾവേസ് കണ്ടെയ്ൻ പ്രൊഡ്യൂസേഴ്സ് അല്ല ഗ്രീൻ പ്ലാന്റ്സ്. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആയിരിക്കും എല്ലായ്പ്പോഴും ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരാം. ഓക്കെ, സെക്കൻഡ് ട്രോഫിക് ലെവലിലേക്ക് വരുമ്പോൾ അത് ഏതായിരിക്കും? പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്ന ഹെർബിവോറസ് ആയിരിക്കും. ഓക്കെ, സോ ദ സെക്കൻഡ് ട്രോഫിക് ലെവൽ ഇസ് ഓൾവേസ് ഓൾവേസ് സെക്കൻഡ് ട്രോഫിക് ലെവൽ എപ്പോഴും വരിക ഹെർബിവോറസ് ആയിരിക്കും, പ്ലാന്റ്സിനെ കഴിക്കുന്ന ഹെർബിവോറസ് ആയിരിക്കും. ഇനി തേർഡ് ട്രോഫിക് ലെവലിലേക്ക് വരുമ്പോൾ ഹെർബിവോറസിനെ കഴിക്കുന്ന കാർണിവോറസ് ആയിരിക്കും. അതിങ്ങനെ മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പം ഇതാണ് ട്രോഫിക് ലെവലുകളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ഫുഡ് ചെയിനിലെ മെമ്പേഴ്സിനെ നമ്മൾ പല ലെവലുകളായി തിരിച്ചിട്ടുണ്ട്. ആ ലെവലുകളെ വിളിക്കുന്ന പേരാണ് ട്രോഫിക് ലെവൽസ്. എപ്പോഴും ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരിക ഏതായിരിക്കും? നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. പ്രൊഡ്യൂസേഴ്സായ ഗ്രീൻ പ്ലാന്റ്സ് ആണ് എപ്പോഴും ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരിക. ഓക്കെ, മുകളിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വരിക എപ്പോഴും ഹെർബിവോറസ് ആയിരിക്കും. പ്ലാന്റ്സിനെ ഫീഡ് ചെയ്യുന്ന ഹെർബിവോറസ് ആയിരിക്കും എപ്പോഴും സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വരിക. മുകളിലേക്ക് തേർഡ് ഫോർത്ത് അങ്ങനെ ട്രോഫിക് ലെവലിലേക്ക് കാർണിവോറസും ഒക്കെ വരും. ഓക്കെ, ഇനി ഒരു ജീവിക്ക് എപ്പോഴും ട്രോഫിക് ലെവൽസിൽ ഒരേ സ്ഥാനം ആയിക്കൊള്ളുന്നില്ല. ഫുഡ് ചെയിനിലുള്ള സ്ഥാനം മാറുന്നതിനനുസരിച്ച് ജീവികളുടെ ട്രോഫിക് ലെവൽസും മാറും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഫുഡ് ചെയിനിൽ ട്രോഫിക് ലെവൽ എപ്പോഴും ഫസ്റ്റ് ട്രോഫിക് ലെവൽ എപ്പോഴും എന്തായിരിക്കും? പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. പക്ഷേ ബാക്കി ട്രോഫിക് ലെവലൊക്കെ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിലെ മെമ്പർ ഫുഡ് ചെയിനിൽ സെക്കൻഡ് മെമ്പർ ആയാൽ അതെപ്പോഴും സെക്കൻഡ് ട്രോഫിക് ലെവലായിരിക്കും. പക്ഷേ ഒരു ജീവി എപ്പോഴും ഒരു ഫുഡ് ചെയിനിലെ സെക്കൻഡ് മെമ്പർ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അവിടെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ട്രോഫിക് ലെവലും മാറും. ഓക്കെ, അപ്പോൾ ഫുഡ് ചെയിനിലുള്ള സ്ഥാനമാണ് ട്രോഫിക് ലെവൽ ഡിസൈഡ് ചെയ്യുക. ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ജീവി എപ്പോഴും ഒരേ ട്രോഫിക് ലെവലിൽ വന്നോളണം എന്നില്ല. ഓക്കെ, ജീവികളുടെ ട്രോഫിക് ലെവൽ എപ്പോഴും എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? മാറാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ ആണല്ലോ?
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, ട്രോഫിക് ലെവൽ എന്ന് പറഞ്ഞ ആ ടോപ്പിക്കിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഫുഡ് ചെയിനിലെ മെമ്പേഴ്സിനെ ഡിഫറെൻറ്റ് ലെവലാക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ലെവലുകളെ വിളിക്കുന്ന പേരാണ് ട്രോഫിക് ലെവൽ. എപ്പോഴും ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കും. സെക്കൻഡ് ട്രോഫിക് ലെവൽ ഹെർബിവോറസ് ആയിരിക്കും വരാം. ഫുഡ് ചെയിൻ കോംപ്ലക്സ് ആവുന്നതനുസരിച്ച് ട്രോഫിക് ലെവൽ മാറിക്കൊണ്ടിരിക്കും. ഫുഡ് ചെയിനുള്ള ഒരു ജീവിയുടെ ഫുഡ് ചെയിനിലുള്ള സ്ഥാനം മാറുന്നതിനനുസരിച്ച് എന്ത് മാറും, ട്രോഫിക് ലെവലിലുള്ള സ്ഥാനവും ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിക്കാനുള്ളത്. എന്ത്, ട്രോഫിക് ലെവൽസ്. അപ്പോൾ ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ എന്തായിരുന്നു ട്രോഫിക് ലെവൽ, എന്തായിരുന്നടാ, ഫുഡ് ചെയിനിലെ മെമ്പേഴ്സിനെ വ്യത്യസ്ത ലെവലുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ലെവലുകളെ വിളിക്കുന്ന പേരാണ് ട്രോഫിക് ലെവൽസ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കിലേക്ക് നീങ്ങാം. അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ള എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ്. Okay, so next we are going to discuss about ecological interaction. So what do you mean by ecological interactions? ഒന്നുമില്ല, പല ജീവികളും തമ്മിൽ ഒരുപാട് റിലേഷൻസ് ഉണ്ട് അല്ലേ? ജീവികൾ തമ്മിൽ ഒരുപാട് റിലേഷൻസ് ഉണ്ട്, അല്ലെ? ജീവികൾ തമ്മിൽ ഒരുപാട് കാര്യത്തിൽ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ഇൻറ്ററാക്ഷൻസിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ള എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ്. ഓക്കെ, സോ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് ഈസ് നത്തിങ് ബട്ട് is the interaction between different organisms. ഓക്കെ, വ്യത്യസ്ത ജീവികൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ്. ഓക്കെ, നിങ്ങൾക്ക് 5 എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓരോന്നും അതിൻ്റെ എക്സാമ്പിൾ പഠിച്ച ആ ടോപ്പിക്ക് കഴിഞ്ഞു. സോ 5 എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമതാണ് പ്രിഡേഷൻ. ഓക്കെ, ഒന്നാമത്തെ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ആണ് പ്രിഡേഷൻ. രണ്ടാമത് വരുന്നതാണ് കോമ്പറ്റീഷൻ. ഓക്കെ, 5 മൊത്തം. ഒന്ന് പ്രിഡേഷൻ, സെക്കൻഡ് കോമ്പറ്റീഷൻ, തേർഡ് വൺ പാരസൈറ്റിസം. നാലാമത് വരുന്ന എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ആണ് മ്യൂച്വലിസം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കമൻസലിസം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 5 എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് പഠിക്കണം. ഏതൊക്കെയാണ്? ഒന്ന് പ്രിഡേഷൻ, സെക്കൻഡ് വൺ കോമ്പറ്റീഷൻ, തേർഡ് വൺ ഏതാണ്, പാരസൈറ്റിസം, ഫോർത്ത് വൺ മ്യൂച്വലിസം, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കമൻസലിസം. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണിത് പ്രിഡേഷൻ. പ്രിഡേഷൻ ടൈഗറും റാബിറ്റും തമ്മിലുള്ള റിലേഷനാണിത് പ്രിഡേഷൻ. ഓക്കെ, ടൈഗർ എന്ത് ചെയ്യും, റാബിറ്റിനെ കഴിക്കും അല്ലേ? പ്രിഡേറ്റർ എന്ന വേർഡ് മീനിങ് അറിയില്ല അല്ലേ? ഇര പിടിക്കുന്നവർ. അപ്പോൾ അവിടെ 2 ആൾക്കാരാണ് പ്രിഡേഷൻ ഉണ്ടാവുക. ഒരു പ്രേയും ഉണ്ടാവും, ഒരു പ്രിഡേറ്ററും ഉണ്ടാവും. പ്രേ എന്ന് പറഞ്ഞാൽ ഇര, പ്രിഡേറ്റർ എന്നാൽ ഇര പിടിയൻ അല്ലേ? അപ്പോൾ ഒരു ഡിയറും അല്ലെങ്കിൽ ടൈഗറും തമ്മിലുള്ള പ്രിഡേഷൻ എന്ന റിലേഷനിൽ ടൈഗറാണ് പ്രിഡേറ്റർ, ഡിയർ ആണെന്ത്, പ്രേ, ഇര. Okay, so the ecological interaction between deer and tiger is an example for predation. Predation എന്ന എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്, ടൈഗറും ഡിയറും. ഓക്കെ, ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് വേറെ ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് അറിയാം അല്ലേ? ഒരുപാട് വേറെ എക്സാമ്പിൾ എന്താ? അപ്പോൾ റാബിറ്റും ലയണും അതൊരു പ്രിഡേഷനാണ് അല്ലേ? ഈഗിളും സ്നേക്കും അതൊരു പ്രിഡേഷനാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ 2 ജീവികൾ തമ്മിലുള്ള റിലേഷൻ, അതിൽ ഒരു ജീവി മറ്റൊരു ജീവിയുടെ ഫുഡായിട്ട് മാറും. ഓക്കെ, പ്രേ എന്ന മെമ്പർ പ്രിഡേറ്റർ എന്ന മെമ്പർക്കുള്ള ഫുഡായിട്ടാണ് മാറുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ടൈഗറും അതുപോലെ ഡിയറും അല്ലെ ലയണും റാബിറ്റും തമ്മിലുള്ള റിലേഷൻസിനെ വിളിക്കുന്ന പേരാണെന്ത്, അല്ലെ ഇൻട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് പ്രിഡേഷൻ. ഇനി നിങ്ങൾ പറയും, ഈ 2 ജീവികളുണ്ട്, ഇതിൽ ഒരു ജീവിക്ക് യൂസാണത് അല്ലേ? ഇപ്പം ടൈഗർ, ലയൺ പോലുള്ള പ്രിഡേറ്റേഴ്സിന് അത് യൂസാണ്, പ്രയോജനമാണ്. വാട്ട് അബൌട്ട് പ്രേ? പ്രേക്ക് പ്രയോജനമാണോ? അല്ല. അത് ഫുഡായി പോയി കഴിഞ്ഞാൽ അതിന് എന്താണ് പ്രയോജനമാണോ? അല്ല അല്ലേ? ഹാംഫുള്ളാണ്.
അപ്പം ഇതാണ് പ്രിഡേഷൻ്റെ പ്രത്യേകത. പ്രിഡേഷനിലെ 2 മെമ്പേഴ്സിൽ ഒരു മെമ്പർക്ക് അത് യൂസാണ്, മറ്റേ മെമ്പർക്ക് എന്താണ്, ഹാമാണ്, ദോഷമാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നിങ്ങൾക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്, പ്രിഡേഷൻ എന്ന റിലേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ 2 കാര്യങ്ങൾ പഠിക്കുക, പ്രിഡേഷൻ്റെ എക്സാമ്പിൾ പഠിക്കുക, പിന്നെ യൂസും ഹാമും, ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, പ്രിഡേഷൻ ഈസ് ദ എക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ വൺ പ്രേ ആൻഡ് പ്രിഡേറ്റർ. ഒരു പ്രേയും പ്രിഡേറ്ററും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രിഡേഷൻ എന്ന റിലേഷനിലൂടെ പഠിക്കാം. ഓക്കെ, പ്രേ എപ്പോഴും പ്രിഡേറ്റർക്ക് ഫുഡായിട്ട് മാറും. എക്സാമ്പിൾ ഏതാണ്, എക്സാമ്പിൾ ടൈഗറും ഡിയറും തമ്മിലുള്ള റിലേഷൻ. ടൈഗറും ഡിയറും തമ്മിലുള്ള എക്കോളജിക്കൽ ഇൻട്രാക്ഷനാണ് പ്രിഡേഷൻ്റെ എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിൾ എന്താണ്, റാബിറ്റും ലയണും. ഇത്തരത്തിലുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം ഈ കേസ് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു മെമ്പർക്ക് എന്താണ്, ഒരു മെമ്പർക്ക് യൂസാണ്, ഗുണകരമാണ്, മറ്റേ മെമ്പർക്ക് എന്താണ്, അത് ഹാംഫുൾ ആണ്, ദോഷകരമാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഫസ്റ്റ് എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ പ്രിഡേഷൻ. നൗ ദ സെക്കൻഡ് വൺ കോമ്പറ്റീഷൻ. ഓക്കെ, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പാഡി ആൻഡ് വീഡ്. പാഡിയും വീഡ്സും തമ്മിലുള്ള എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ഒരു കോമ്പറ്റീഷൻ്റെ എക്സാമ്പിളാണ്. പാഡി നെൽച്ചെടി, എന്താ വീഡ്സ്, വീഡ്സ് എന്ന് പറഞ്ഞാൽ ആ നെൽച്ചെടിയുടെ ഇടയിൽ ഉണ്ടാകുന്ന അൺവാണ്ടഡ് പ്ലാന്റ്സ് ആണ്. അൺവാണ്ടഡ് പ്ലാന്റ്സ്, നമുക്ക് ആവശ്യം കുറേ പുല്ലൊക്കെ ഉണ്ടാവും, ആ പുല്ലുകളെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വീഡ്സ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ വീഡ്സും അതുപോലെ പാഡി ട്രീയും അല്ലെ പാഡി പ്ലാന്റും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എന്തിൻ്റെ എക്സാമ്പിളാണിത്, കോമ്പറ്റീഷൻ്റെ എക്സാമ്പിളാണ്. കോമ്പറ്റീഷൻ വേർഡ് മീനിങ് എന്താ, മത്സരം അല്ലേ. അപ്പോൾ ശരിക്കും അവിടെ നടക്കുന്നത് മത്സരമാണ്. ഈ ആരൊക്കെ തമ്മിൽ, ഈ പാഡിയും അതുപോലെ തന്നെ ഈ വീഡ്സും തമ്മിൽ മത്സരം നടക്കുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, അവിടുത്തെ വാട്ടറിന് വേണ്ടിയിട്ടും ന്യൂട്രിയൻസിനൊക്കെ വേണ്ടി പരസ്പരം മത്സരിക്കും. ഓക്കെ, ഇത്തരത്തിലുള്ള റിലേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, കോമ്പറ്റീഷൻ. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ കോമ്പറ്റീഷൻ? കോമ്പറ്റീഷൻ ഇസ് ആൻ എക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ പാഡി ആൻഡ് വീഡ്സ്. പാഡിയും വീഡ്സും തമ്മിലുള്ള എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ്റെ പേരാണ് കോമ്പറ്റീഷൻ. അവിടെ നടക്കുന്നത് എന്താണ്, അവിടെ നടക്കുന്നത് കോമ്പറ്റീഷനാണ്. ആ പേര് തന്നെ കിട്ടും, ദ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ 2 ഓർഗാനിസംസ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്തിനൊക്കെ, ചിലപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടാവാം, ചിലപ്പോൾ വാട്ടറിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ ഷെൽട്ടറിന്, താമസ സ്ഥലത്തിന് വേണ്ടിയിട്ടായിരിക്കാം. ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവികൾ തമ്മിൽ മത്സരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഇൻട്രാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് കോമ്പറ്റീഷൻ. ഓക്കെ, എക്സാമ്പിൾ ഏതാണ്, പാഡിയും വീടും. പാഡിയും വീടും തമ്മിലുള്ള, വീഡ്സും തമ്മിലുള്ള എക്കോളജിക്കൽ ഇൻട്രാക്ഷനാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇനി യൂസോ ഹാമോ എന്ന് പറഞ്ഞു നോക്ക്. തുടക്കത്തിൽ 2 പേർക്കും ഹാമാണ് അല്ലേ, 2 പേർക്ക് എന്ത് കിട്ടില്ല, ആവശ്യത്തിന് വാട്ടറോ ഫുഡോ ഒന്നും കിട്ടില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ആ കോമ്പറ്റീഷനിൽ ഒരാൾ ജയിക്കും അല്ലേ, മറ്റാൾ തോറ്റു. ആ ജയിക്കുന്ന, കോമ്പറ്റീഷനിൽ ജയിക്കുന്ന ആൾക്ക് അത് എന്തായി മാറും, യൂസായിട്ട് മാറും. പക്ഷെ തോൽക്കുന്ന ആൾക്കോ അത് ഹാമായി മാറും, കാരണം ആ ജീവി കംപ്ലീറ്റ് അവിടെ നിന്ന് ഇല്ലാതായി പോകും. ഓക്കെ, അപ്പോൾ അതാണ് കോമ്പറ്റീഷൻ്റെ പ്രത്യേകത. കോമ്പറ്റീഷനിൽ 2 ജീവികൾ തമ്മിലുള്ള റിലേഷനാണ്. തുടക്കത്തിൽ 2 ജീവികൾക്കും അത് ഹാമാണ്, 2 ജീവിക്കും ദോഷമാണ്. കാരണം 2 ആൾക്കും എന്ത് കിട്ടൂല, ഫുഡും വെള്ളമൊന്നും കിട്ടൂല. പക്ഷേ അവസാനമാകുമ്പോൾ കോമ്പറ്റീഷനിൽ ജയിക്കുന്ന ആൾക്കത് യൂസാണ്, കാരണം അയാൾ അവിടെ എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ കോമ്പറ്റീഷനിൽ തോൽക്കുന്ന ആൾക്കത് ഹാമാണ്, കാരണം അവർ അവിടുന്ന് ഇല്ലാതായി മാറും. ഓക്കെ, അപ്പോൾ അത്രയാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ പഠിക്കാനുള്ള കോമ്പറ്റീഷൻ. അപ്പോൾ കോമ്പറ്റീഷൻ എന്ന എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ്റെ പ്രത്യേകത എന്താടാ, എക്കോളജിക്കൽ എക്സാമ്പിൾ ഏതാണ്, എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ എളുപ്പം കഴിയും അല്ലേ. എക്സാമ്പിൾ എന്താണ്, പാഡി ആൻഡ് വീഡ്സ്. ഇവ തമ്മിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി പരസ്പരം കോമ്പീറ്റ് ചെയ്യും. തുടക്കത്തിൽ 2 പേർക്കും അത് നഷ്ടമാണ്, ദോഷമാണ്. പക്ഷേ അവസാനമാകുമ്പോൾ ആ കോമ്പറ്റീഷനിൽ ജയിക്കുന്നവർക്ക് അത് ഒരു യൂസായിട്ട് മാറും, തോൽക്കുന്ന ആൾക്ക് അതെന്തായി മാറും, അതൊരു ഹാംഫുൾ എഫക്റ്റായിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്കൻഡ് റിലേഷൻ, കോമ്പറ്റീഷൻ. നൗ തേർഡ് വൺ, പാരസൈറ്റിസം. നിങ്ങൾക്കറിയാം അല്ലേ, പാരസൈറ്റുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ, പരാദസസ്യങ്ങൾ, പാരസൈറ്റ്സ് അല്ലേ. ഏതെങ്കിലും ഹോസ്റ്റ് പ്ലാന്റിൽ വളരുന്ന ആൾക്കാരാണ് പാരസൈറ്റ്. എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, പാരസൈറ്റിസത്തിൻ്റെ എക്സാമ്പിൾ ഏതാ, ഒരു ഹോസ്റ്റ്, ഫോർ എക്സാമ്പിൾ മാംഗോ ട്രീ ആൻഡ് കസ്ക്യൂട്ട. ഓക്കെ അല്ലെ, മാംഗോ ട്രീ ആൻഡ് ലൊറാന്തസ്, ഇതൊക്കെ എന്താണ്, പാരസൈറ്റിക് പ്ലാന്റ്സ് ആണ്.
അപ്പോൾ ഒരു ഹോസ്റ്റ് പ്ലാന്റും ഒരു പാരസൈറ്റും തമ്മിലുള്ള റിലേഷൻ ഇൻട്രാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാരസൈറ്റിസം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ പാരസൈറ്റിസം എന്താണ്? ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ വൺ ഹോസ്റ്റ് പ്ലാന്റ്. ഹോസ്റ്റ് പ്ലാന്റ് പറഞ്ഞാൽ എവിടെയാണോ പാരസൈറ്റ് ജീവിക്കുന്നത് അതാണ് ഹോസ്റ്റ് പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ഒരു ഹോസ്റ്റ് പ്ലാന്റും അതോടൊപ്പം തന്നെ ഒരു ഹോസ്റ്റ് പ്ലാന്റും ഒരു പാരസൈറ്റും തമ്മിലുള്ള ഇൻ്ററാക്ഷനെ വിളിക്കുന്ന പേരാണ് പാരസൈറ്റിസം. എക്സാമ്പിൾ മാംഗോ ട്രീ ആൻഡ് ലൊറാന്തസ്, അല്ലെങ്കിൽ മാംഗോ ട്രീ ആൻഡ് കസ്ക്യൂട്ട. ലൊറാന്തസ്, കസ്ക്യൂട്ട അതൊക്കെ പാരസൈറ്റിക് പ്ലാന്റ്സ് ആണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ യൂസും ഹാമും പറയടാ. ഹോസ്റ്റ് പ്ലാന്റിന് അതെന്താണ്? ഹാമാണ് അല്ലേ, കാരണം പാരസൈറ്റ് എന്ത് ചെയ്യും? എല്ലാം വലിച്ചെടുക്കും അല്ലേ. അപ്പോൾ പാരസൈറ്റ് ഒക്കെ വലിച്ചെടുക്കുന്നതുകൊണ്ട് അത് ഹോസ്റ്റ് പ്ലാന്റിന് ഹാംഫുൾ എഫക്റ്റ് ആണ്. പക്ഷേ പാരസൈറ്റിന് എന്താണ്? യൂസാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ആയ പാരസൈറ്റിസത്തിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഹോസ്റ്റ് പ്ലാന്റിന് അത് ഹാംഫുൾ എഫക്റ്റ് ആണ്, പക്ഷേ പാരസൈറ്റിന് അത് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ, പാരസൈറ്റിസം. ഓക്കെ, now the fourth one is mutualism. ഓക്കെ, മ്യൂച്വലിസം എന്ന ഒരു എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ്റെ പ്രത്യേകത രണ്ട് ജീവിക്കും അത് യൂസ് ആയിരിക്കും. ഓക്കെ, രണ്ട് ജീവികൾക്കും ഉപകാരമായിട്ടുള്ള എക്കോളജിക്കൽ ഇൻട്രാക്ഷനാണ് മ്യൂച്വലിസം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹണി ബി ആൻഡ് ഫ്ലവർ. ഫ്ലവറും ഹണി ബിയും തമ്മിലുള്ള എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ഒരു മ്യൂച്വലിസത്തിൻ്റെ എക്സാമ്പിളാണ്. എന്തുകൊണ്ടാണ്? ഹണി ബിയും അതുപോലെ ഫ്ലവറും തമ്മിലുള്ള റിലേഷനിൽ ഹണി ബിക്ക് എന്താ യൂസ്? ഹണി ബിക്ക് ഹണി കിട്ടും അല്ലേ, അതൊരു യൂസാണ്. വാട്ട് അബൌട്ട് ഫ്ലവർ? ഫ്ലവറിന് എന്ത് ഉപകാരമുള്ളത്? ഫ്ലവറിന് എന്ത് ചെയ്യാൻ പറ്റും? പോളിനേഷൻ നടക്കും അല്ലേ. പോളിനേഷനൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചതാണ്, നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിലായിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഫ്ലവേഴ്സിൽ പോളിനേഷൻ സീഡ് ഉണ്ടാവുന്ന പ്രോസസ്സാണ്. പോളിനേഷന് ആര് ഹെൽപ്പ് ചെയ്യും? ഈ ഒരു എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ദ മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ രണ്ട് മെമ്പർക്കും ഇൻറ്ററാക്ഷനിലെ രണ്ട് മെമ്പർക്ക് യൂസ് ആവുന്ന എക്കോളജിക്കൽ ഇൻട്രാക്ഷനാണിത് മ്യൂച്വലിസം. അതിൻ്റെ എക്സാമ്പിളാണ് ഏത്? ഹണിബിയും ഫ്ലവറും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇതിൽ ഹണിബിക്ക് ഉള്ള യൂസ് എന്താണ്? ഹണി കിട്ടും. മറ്റേ നമ്മുടെ ഫ്ലവറിനുള്ള യൂസ് എന്താണ്? എന്ത് നടക്കും? പോളിനേഷൻ നടക്കും. വേറൊരു എക്സാമ്പിൾ ഉണ്ട്, നമ്മുടെ കവും ക്രോയും. നിങ്ങൾക്കറിയാം, പശുവിൻ്റെ മുകളിലൊക്കെ കാക്ക വന്നിരുന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ബോഡിയിലുള്ള ഓരോ സാധനം കഴിക്കും. ഇതൊരു മ്യൂച്വലിസത്തിൻ്റെ എക്സാമ്പിളാണ്. കാരണം എന്താണ്? കാക്കയ്ക്ക് എന്താ കിട്ടുക? കാക്കയ്ക്ക് അതിൻ്റെ ഫുഡ് കിട്ടും. പശുവിനുള്ള യൂസ് എന്താ? അതിൻ്റെ ബോഡി ക്ലീനായി കിട്ടും. ഓക്കെ, ഇത് മറ്റൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് മെമ്പർക്കും യൂസ് കിട്ടുകയാണെങ്കിൽ അത്തരം എക്കോളജിക്കൽ ഇൻട്രാക്ഷനാണിത് മ്യൂച്വലിസം. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ രണ്ടെണ്ണം പറഞ്ഞത്, ഹണിബിയും ഫ്ലവറും അല്ലെങ്കിൽ ക്രോയും കോവും. ഓക്കെ, now the last one is commensalism. Commensalism എന്ന എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ്റെ പ്രത്യേകത ഒരു മെമ്പർക്ക് യൂസാണ്, പക്ഷേ മറ്റേ മെമ്പർക്ക് യൂസുമില്ല, ഹാമുമില്ല, ദോഷവുമില്ല, ഗുണവുമില്ല. ഓക്കെ, അത്തരം എക്കോളജിക്കൽ ഇൻട്രാക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? കമൻസലിസം എന്ന് വിളിക്കുക. എക്സാമ്പിൾ എപ്പിഫൈറ്റുകളാണ്. ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും എപ്പിഫൈറ്റും ഹോസ്റ്റ് പ്ലാന്റും. എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ഒരു പ്ലാന്റിൻ്റെ മുകളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എപ്പിഫൈറ്റ്. വാൻഡ ഒരു എക്സാമ്പിളാണ്. മരവാഴ എന്ന് മലയാളത്തിൽ പറയുന്ന ചെടി കേട്ടോ. ഏതൊരു മരത്തിൻ്റെ മുകളിലാണ് ജീവിക്കുക. അപ്പോൾ ആ എപ്പിഫൈറ്റിൻ്റെ ഉപകാരം എന്താ? അത് ജീവിക്കാനുള്ള സ്ഥലം കിട്ടി. പക്ഷേ ഹോസ്റ്റ് പ്ലാന്റിനോ അതിന് പ്രത്യേകിച്ച് ഉപകാരവുമില്ല, ഒരു ഉപദ്രവവുമില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള എക്കോളജിക്കൽ ഇൻറ്ററാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കമൻസലിസം. ഓക്കെ ആണല്ലോ. അപ്പോൾ കമൻസലിസം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? കമൻസലിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ഇൻ വിച്ച് വൺ മെമ്പർ ഗെറ്റ് ബെനഫിഷ്യൽ ബട്ട് അതർ മെമ്പർ ഡിഡ്ന്റ് ഗെറ്റ് എനി ബെനഫിഷ്യൽ ഓർ ഹാംഫുൾ. ഓക്കെ, രണ്ട് മെമ്പേഴ്സിൽ ഒരു മെമ്പർക്ക് ഉപകാരമാണ്, പക്ഷേ രണ്ടാമത്തെ മെമ്പർക്ക് ഉപകാരവുമില്ല, ഉപദ്രവവുമില്ല. ഇത്തരത്തിലുള്ള എക്കോളജിക്കൽ ഇൻട്രാക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്? കമൻസലിസം. ഉദാഹരണത്തിന് മാംഗോ ട്രീയും വാൻഡയും ഒക്കെ എന്താണ്? ഒരു എപ്പിഫൈറ്റിൻ്റെ കാറ്റഗറി പെടുന്നതാണ് കേട്ടോ. ഓക്കെ, മാംഗോ ട്രീയും വാൻഡയുമാണ് ഇതിൻ്റെ കമൻസലിസത്തിൻ്റെ എക്സാമ്പിൾ.
ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ്. അപ്പോൾ 5 എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് പ്രിഡേഷൻ, എക്സാമ്പിൾ ടൈഗറും റാബിറ്റും അല്ലെ ഡിയർ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരാൾക്ക് യൂസാണ്, മറ്റൊരാൾക്ക് ഹാമാണ്. രണ്ടാമത് കോമ്പറ്റീഷൻ, എക്സാമ്പിൾ പാഡിയും അതുപോലെ പാഡിയും വീഡ്സും. ഇവിടെ തുടക്കത്തിൽ 2 പേർക്കും ദോഷമാണ്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഈ കോമ്പറ്റീഷനിൽ ജയിക്കുന്ന ആൾക്ക് യൂസും മറ്റൊരാൾക്ക് അത് ഹാമുമായിട്ട് മാറും. മൂന്നാമതാണ് പാരസൈറ്റിസം, എക്സാമ്പിൾ മാംഗോ ട്രീയും കസ്ക്യൂട്ടയും. ഇവിടെ ഒരാൾക്ക് യൂസാണ്, ഒരാൾക്ക് ഹാമാണ്, ദോഷമാണ്. അടുത്ത മ്യൂച്വലിസം. മ്യൂച്വലിസം പറഞ്ഞാൽ 2 പേർക്കും ഉപകാരം ഉണ്ടാവുന്ന റിലേഷനാണ്, ഇൻറ്ററാക്ഷനാണ് മ്യൂച്വലിസം. എക്സാമ്പിൾ ഏതായിരുന്നു? ഹണി ബീയും അല്ലെ ബട്ടർഫ്ലൈയും ഫ്ലവറും. ലാസ്റ്റ് കമൻസലിസം, ഒരു മെമ്പർക്ക് യൂസാണ്, മറ്റേ മെമ്പർക്ക് യൂസുമില്ല, അതുപോലെ ഹാമുമില്ല. ഓക്കെ, എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ വാൻഡയും മാംഗോ ട്രീയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്കോളജിക്കൽ ഇൻട്രാക്ഷനിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്കതിൽ പഠിക്കാനുള്ളത് എക്കോസിസ്റ്റങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും എക്കോസിസ്റ്റം ഒരുപാടുണ്ട് അല്ലേ? എന്താ എക്കോസിസ്റ്റം? എക്കോസിസ്റ്റം പറഞ്ഞാൽ ഒരുപാട് ജീവികൾ ജീവിക്കുന്ന ഒരു ഏരിയയെ വിളിക്കുന്ന പേരാണ് എക്കോസിസ്റ്റം. സോ ഇൻ അവർ സറൗണ്ടിങ്സ് വി ക്യാൻ സീ സെവറൽ നമ്പർ ഓഫ് എക്കോസിസ്റ്റംസ്. ഓക്കെ, ലൈക്ക് ഫോറസ്റ്റ് ഒരു എക്കോസിസ്റ്റമാണ്, ഓഷ്യൻ അതൊരു എക്കോസിസ്റ്റമാണ്, അതുപോലെ എന്താണ് നമ്മുടെ ഗ്രാസ് ലാൻഡ്, അതുപോലെ തുന്ദ്ര എന്ന് പറഞ്ഞാൽ ധ്രുവ പ്രദേശങ്ങളാണ്, അതുപോലെ എന്താണ് നമ്മൾ പറയുക ഡിസേർട്ട്, വെറ്റ് ലാൻഡ്, ഇതൊക്കെ എന്താണ് എക്കോസിസ്റ്റങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടും ധാരാളം എക്കോസിസ്റ്റങ്ങളെ കാണാൻ പറ്റും. വാട്ട് യു മീൻ ബൈ എക്കോസിസ്റ്റം? Ecosystem is nothing but it is the area where many organisms live together. ഒരുപാട് ജീവികൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ഏരിയയെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്കോസിസ്റ്റം. കേട്ടോ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എക്കോസിസ്റ്റങ്ങളുടെ ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണേ. നിങ്ങൾക്കറിയാം കുറേ എണ്ണം ഫോറസ്റ്റ്, ഡെസേർട്ട്, ഓഷ്യൻ ഇതൊക്കെ എന്താണ് എക്കോസിസ്റ്റങ്ങൾക്ക് ഉദാഹരണമാണ്. കുറേ ജീവികൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ഏരിയയെ വിളിക്കുന്ന പേരാണ് എക്കോസിസ്റ്റം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് എക്കോസിസ്റ്റത്തെ കുറിച്ച് പഠിക്കാൻ, വ്യത്യസ്ത ടൈപ്പ് എക്കോസിസ്റ്റങ്ങൾ. ഓക്കെ, ഇനി നമുക്കവിടെ പഠിക്കാനുള്ളതാണ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. ഒരു ഏരിയയിൽ ഒരു എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന എല്ലാ ഓർഗാനിസങ്ങളും, ഒരു എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന എല്ലാ ഓർഗാനിസങ്ങളെയും ആ എക്കോസിസ്റ്റത്തെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, സോ ബയോഡൈവേഴ്സിറ്റി ഇൻക്ലൂഡ്സ് ഓൾ ദ ഓർഗാനിസം ഇൻ ആൻ ഏരിയ ഇൻക്ലൂഡിങ് ഇറ്റ്സ് എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റവും ആ എക്കോസിസ്റ്റത്തിലെ എല്ലാ ജീവികളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി. കേട്ടോ, ഈ ബയോഡൈവേഴ്സിറ്റി എന്ന ഒരു ബ്രോഡ് ടേമാണ്. നിങ്ങൾ അത്ര ഡീപ്പായിട്ടോ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കേസില്ല. നിങ്ങൾ സിമ്പിളായിട്ട് അത് മനസ്സിലാക്കുക. എന്താണ് ഒരു ഏരിയയിലെ അല്ലെ ഒരു എക്കോസിസ്റ്റവും ആ എക്കോസിസ്റ്റത്തിലുള്ള എല്ലാ ഓർഗാനിസങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? ബയോഡൈവേഴ്സിറ്റി. കേട്ടോ, അപ്പോൾ നല്ല ബയോഡൈവേഴ്സിറ്റി ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ കുറേ ജീവികളും ഒരുപാട് എക്കോസിസ്റ്റം ഒക്കെ ഉണ്ട് എന്നാണ് കേട്ടോ അർത്ഥം. ഓക്കെ, അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ബയോഡൈവേഴ്സിറ്റി ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇൻക്ലൂഡ് എക്കോസിസ്റ്റം ആൻഡ് ഓൾ ദ ഓർഗാനിസംസ് ഇൻ ദാറ്റ് എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റവും എക്കോസിസ്റ്റത്തെ എല്ലാ ജീവികളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി പല ലെവലുകളുണ്ട്. ഒന്ന് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയും, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എന്ന് പറയും, ജനറ്റിക് ഡൈവേഴ്സിറ്റി, ഇങ്ങനെ പല ലെവലുകളുണ്ട് എന്തിന്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി. കേട്ടോ, ഞാൻ പറഞ്ഞു ഇത് ബ്രോഡ് ടേമാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വലിയ ക്ലാസ്സുകൾ പഠിക്കും കേട്ടോ. ഓക്കെ, ആദ്യമായിട്ട് ബയോഡൈവേഴ്സിറ്റി എന്ന ടേം യൂസ് ചെയ്തത് ഒരു ബ്രിട്ടീഷ് എൻവയോൺമെൻറ്റിസ്റ്റാണ്. പേരാണ് എന്താണ്? വാൾട്ടർ ജി റോസൻ. In 1985 വാൾട്ടർ ജി റോസൻ ആണ് ആദ്യമായിട്ട് ഈ ബയോഡൈവേഴ്സിറ്റി എന്ന ടേം യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കാൻ. വളരെ ബ്രീഫായിട്ട് സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക. അതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാനുണ്ടാവും കേട്ടോ. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്? ഒരു എക്കോസിസ്റ്റത്തിലെ
എല്ലാ ഓർഗാനിസം ഡൈവേഴ്സ് ആയിരിക്കുന്ന എല്ലാ ഡിഫറൻ്റ് ആയിരിക്കുന്ന എല്ലാ ഓർഗാനിസങ്ങളെയും ആ എക്കോസിസ്റ്റത്തെയും ചേർത്ത് വിളിക്കുന്ന പേരാണെന്ത്? ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി പല ലെവലുകളുണ്ട്. ഏതൊക്കെയാണ് പല ലെവലുകൾ? ഒന്ന് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഉണ്ട്, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി ഉണ്ട്, ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ലെവലുകളുണ്ട് എന്തിന്? ഡൈവേഴ്സിറ്റിക്ക്. ഓക്കെ, ബയോഡൈവേഴ്സിറ്റിക്ക്. ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് ടേം. ആ ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്ത ആൾ ഒരു ബ്രിട്ടീഷ് എൻവയറമെൻറ്റിസ്റ്റ് ആണ്. ആ എൻവയറമെൻറ്റിസ്റ്റിൻ്റെ പേരാണ് എന്താണ്? വാൾട്ടർ ജി റോസൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ട്രോഫിക് ലെവലുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, പിന്നെ ഡിഫറെൻറ്റ് എക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, പിന്നെ കുറച്ച് എക്കോസിസ്റ്റങ്ങളുടെ എക്സാമ്പിൾ പറഞ്ഞു, പിന്നെ ലാസ്റ്റ് എന്ത് പറഞ്ഞു? നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞു കേട്ടോ. ആദ്യമായി ബയോഡൈവേഴ്സിറ്റി എന്ന ടേം യൂസ് ചെയ്ത ആളെക്കുറിച്ച് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞു? നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സോ അതുവരെ ബൈ.